ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് പ്രധാനമായിട്ടും 2 ഇലക്ഷൻ കമ്മീഷനാണുള്ളത്. ഒന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും. 1950 ജനുവരി 26-നാണ് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കാൻ പെട്ടെന്ന്. ജനുവരി 25-നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, പാർട്ട് 15-ലുള്ള ആർട്ടിക്കിൾ 324 പ്രകാരമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും ഉണ്ട്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവരുടെ ചുമതല എന്തൊക്കെയാണെന്ന് നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ലോക്സഭ, രാജ്യസഭ, നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരുടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ് കേട്ടോ. ഇപ്പോഴത്തേത് രാജീവ് കുമാർ. അപ്പം നമ്മൾ പറഞ്ഞു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടാതെ 2 കമ്മീഷണേഴ്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഗ്യാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു. ഗ്യാനേഷ് കുമാർ ആൻഡ് സുഖ്ബീർ സിംഗ് സന്ധു. ഓക്കെ, ഇനി കേരള ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ പറ്റി നോക്കാം. അത് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വന്നതിന് ശേഷം 1993 ഡിസംബർ 3-ാണ് കേരള ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. പാർട്ട് 9(9)(a) പ്രകാരം ആർട്ടിക്കിൾ 243(k)യിലാണ് കേരള ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിൻ്റെ എ ഷാജഹാൻ. അദ്ദേഹം 7ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്. ഓക്കെ, ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സെക്രട്ടറി ആരാണ്? പ്രകാശ് BS കേട്ടോ, പ്രകാശ് BS. ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രകാശ് BS. ആദ്യത്തെ കേരള ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി കേട്ടോ, MSK രാമസ്വാമി. ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഓഫീസറാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും ഒക്കെ ആയിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഓഫീസറാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു കേൽക്കർ IAS ആണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. പിന്നെ വോട്ടവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നറിയോ? 326-ാമത്തെ ആർട്ടിക്കിളിലാണ് വോട്ടവകാശത്തെ പറ്റി പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് വോട്ടർ, ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ചരൺ നേഗി. ഹിമാചൽ പ്രദേശിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ശ്യാം ചരൺ നേഗി.